നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബബിലിറ്റി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലുതായിട്ടൊക്കെ തോന്നും. ഇവിടെ നമുക്ക് കുറേ ഒരു രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഗെയിം ബോർഡ് 1ഉം ഗെയിം ബോർഡ് 2ഉം തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ ദെയർ ആർ 2 ഗെയിം ബോർഡ്സ് വെയർ ദ സ്മോൾ സ്ക്വയേഴ്സ് ആർ ഓൾ ഈക്വൽ സൈസ്. എല്ലാ സ്ക്വയറുകളും ഈക്വൽ ആയിട്ടുള്ള സൈസാണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ എന്താണ് ഈ ഡോട്ട് ഇട്ടേക്കണ ആ ഇതിൽ വരുമ്പോൾ ഗെയിം എന്താണ് വിൻ ചെയ്യുന്ന നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ടു വിൻ ദ പ്ലേയിങ് ദ ഫസ്റ്റ് ഗെയിം ബോർഡിനകത്ത് ഉണ്ടാവുന്ന, അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഡോട്ട് വരച്ചിരിക്കുന്ന ആ ഡോട്ട് ലൈൻ വരുമ്പോഴാണ് ആ ഗെയിം നമ്മൾ വിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേൽ നമ്മൾ ചോദിച്ചേക്കണം ഫസ്റ്റ് ഗെയിം ബോർഡിൽ വരുന്ന വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നോക്കിയേ മൊത്തം എത്ര ഈക്വൽ സ്ക്വയേഴ്സ് ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്പം എഴുതാം. n(s) എന്ന് പറഞ്ഞാൽ 10 ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. n(s) 10 ആണ്. ഇനി എത്ര എണ്ണം അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നോക്കിയേ. കറക്റ്റ് 5 എണ്ണം. 1 2 3 4 5 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് ടു വിൻ, ഷെയ്ഡഡ് പോർഷൻ. അപ്പൊ n(a) എന്ന് പറഞ്ഞാൽ എത്രയാ? വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം, 5 ആണ്. അപ്പൊ നമ്മുടെ അതിന്റെ പ്രോബബിലിറ്റി എത്രയാ? P(a) എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? n(a) ഡിവൈഡഡ് ബൈ n(s). അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 10. ആൻസർ ഈസ് 1/2 വരും. വേണമെങ്കിൽ 5/10 ഇത്ര എഴുതിയാൽ മതി. ഇത് ഡിവൈഡ് ചെയ്ത് എഴുതണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/10 വരും. 1ാമത്തെ ആൻസറായി. നമ്മൾ ഫസ്റ്റ് ഗെയിം ബോർഡിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എണ്ണം ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് എഴുതാം n(s) എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പൊ സെക്കൻഡ് ഫിഗറിനകത്ത് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ ആണ്. ഷെയ്ഡഡ് പോർഷൻ. അപ്പൊ n(b) എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് മക്കളെ? 1 2 3 4 5 6 7 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7 വരും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? P(b) എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു n(b) ബൈ n(s) ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ n(b) എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 7 അല്ലേ? n(s) എത്ര കിട്ടിയത്? 15 ആണ്. 7/15 കിട്ടും. ഇതിനകത്ത് നമുക്ക് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതിനാണ് ബെറ്റർ പ്രോബബിലിറ്റി എന്ന് പറയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഒരുപോലെ ആകണം. അപ്പൊ ഒന്നാമത് നമുക്ക് കിട്ടിയത് ആൻസർ കിട്ടിയത് P(a) എന്ന് പറഞ്ഞ് കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5/10 ആണ്. രണ്ടാമത് കിട്ടിയത് നമുക്ക് P(b) എന്ന് പറയുന്നത് കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 7/15 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ രണ്ടും ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ ഏതാ വലുതെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലേ? അപ്പൊ ആദ്യത്തേനെ നമ്മൾ P(a) നമ്മൾ ഒരുപോലെ ആക്കാൻ വേണ്ടി ഇത് രണ്ടും നോക്കുക. 10ഉം 15ഉം ആണ്. അപ്പൊ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആവും. അപ്പൊ 5 × 3 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 30 വരും. ഒരെണ്ണം കിട്ടി. രണ്ടാമത്തത് നമ്മൾ P(b) എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15 നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 7 × 2 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 7 × 2 14 വരും. ഇത് 13 വരും. അപ്പൊ ഏതായിരിക്കും ബെറ്റർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? ഫസ്റ്റ് 1 ആയിരിക്കും. കാരണം 15/13 ആണ്. ഇത് 14/13 ആണ്. അപ്പൊ കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഏതാണ്? 15/13 അല്ലേ? അപ്പൊ P(a) is the first one is P(a) greater than the P(b). അപ്പൊ P(a) greater than P(a) ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഫസ്റ്റ് ഈസ് ബെറ്റർ പ്രോബബിലിറ്റി. ബെറ്റർ പ്രോബബിലിറ്റി വരുന്ന ഫസ്റ്റ് ഈസ് ബെറ്റർ. അതായത് ഒന്നാമത്തായിരിക്കും കൂടുതൽ ആദ്യത്തിനെ അപേക്ഷിച്ച് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ ക്വസ്റ്റ്യൻ ആണെന്നോർത്ത് പേടിക്കേണ്ട. ക്വസ്റ്റ്യൻസ് നന്നായി ക്ലിയർ ആയി 2 പ്രാവശ്യം നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പല കുട്ടികളും അയ്യോ അതെനിക്ക് അറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ കൺസെപ്റ്റുകൾ എപ്പോഴും നമുക്കറിയാം. അപ്പൊ ആ കൺസെപ്റ്റുകൾ എങ്ങനെ ആ ക്വസ്റ്റ്യനകത്ത് വരുന്നതെന്ന് നോക്കാം. അപ്പൊ 2 പ്രാവശ്യം ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് കാര്യം മനസ്സിലാവും. അപ്പൊ നമ്മൾ അതനുസരിച്ച് അങ്ങ് എഴുതാം, നമ്മുടെ ആൻസറായി. അല്ലാതെ നമ്മൾ അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇതേ രീതിയിലായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിന്റെയും ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നന്നായി ഓരോ ടോപ്പിക്ക് നല്ലവണ്ണം പഠിക്കുക. അതിനകത്ത് ചാപ്റ്റർ കണ്ടന്റുകൾ നന്നായി ബേസിക് ആയിട്ട് പഠിക്കുക.